ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാവട്ടെ. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം നേർന്നുകൊണ്ട് വലിയ നോമ്പിൻ്റെ 32-ാം പ്രഭാതത്തിനായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്താം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഈ പ്രഭാതത്തിൽ പഠിപ്പിക്കാനും ചിന്തിപ്പിക്കാനും ആഗ്രഹിക്കുന്നത് നമ്മുടെ ലൗകികവും വ്യർത്ഥശൂന്യവുമായ കെട്ടുകഥകൾ തീർത്തും അവഗണിക്കുക. കാരണം മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 5ഉം 6ഉം 7ഉം തിരുവചനങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നത്, ഈ ജനം വ്യർത്ഥമായി എന്നെ ആരാധിക്കുന്നു, ഇവരുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ ദൂരെയാണ്. ഈ നോമ്പുകാലത്തെങ്കിലും നമുക്കൊന്ന് തിരിച്ചു വരാനായിട്ട് പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുകയാണ്. ലൗകികവും വ്യർത്ഥവുമായ കെട്ടുകഥ തീർത്തും ഉപേക്ഷിക്കുക. വെറുതെ ദൈവമേ ദൈവമേ എന്ന് വിളിച്ചിട്ട് ഹൃദയം ദൂരത്താകാൻ പാടില്ല. മനുഷ്യ പാരമ്പര്യങ്ങളെ മുറുകെ പിടിക്കാൻ പാടില്ല എന്ന് മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 5, 6, 7 തിരുവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ദൈവമക്കളെ, 1 തീമോത്തിയോസ് 4, 7 തിരുവചനത്തിലാണ് ലൗകികവും വ്യർത്ഥശൂന്യവുമായ കെട്ടുകഥ തീർത്തും ഉപേക്ഷിക്കാൻ പഠിപ്പിക്കുന്നത്. ദൈവഭക്തിയിൽ പരിശീലനം നേടാൻ നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ് പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് മകനെ മകളെ, ഈ പ്രഭാതത്തിൽ ഈ 2 വചനങ്ങൾ, മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 5ഉം 6ഉം 7ഉം തിരുവചനങ്ങളും, 1 തീമോത്തി 4-ാം അധ്യായം 7ഉം 8ഉം തിരുവചനങ്ങളും ശ്രദ്ധാപൂർവം പഠിച്ച് പരിശുദ്ധാത്മാവിൽ ഉജ്ജ്വലിച്ച് നോമ്പിൻ്റെ എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും നിങ്ങളിലേക്ക് ഒഴുകുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥനാപൂർവം പുത്തൂർക്കുടലിൽ ജയ്മോനച്ചൻ.